നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയും സി.പി.എമ്മും തമ്മിൽ ഡീലാണെന്നാണ് യു.ഡി.എഫിന്റെയും കോൺഗ്രസിന്റെയൊക്കെ നേതാക്കന്മാർ പ്രചരിപ്പിക്കുന്നത്. പാലക്കാട് ബി.ജെ.പി സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ സി.പി.എം പ്രവർത്തിക്കുന്നു. അതേപോലെ 10ഓളം മണ്ഡലങ്ങളിൽ ബി.ജെ.പിയെ ജയിപ്പിക്കാൻ സി.പി.എം പ്രവർത്തിക്കുന്നു. ബാക്കി സ്ഥലങ്ങളിലൊക്കെ സി.പി.എമ്മിന് ബി.ജെ.പി വോട്ട് ചെയ്യും. അങ്ങനെ ഒരു ഡീലുണ്ട് എന്നാണ് യു.ഡി.എഫ് നേതാക്കൾ പറയുന്നത്. ഇത് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ വേണ്ടി വളരെ ബോധപൂർവമായി നടത്തുന്ന പ്രചരണമാണോ? ഈ കോൺഗ്രസ് ഒരു ഭാഗത്ത് ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയ മുസ്ലിം വർഗീയ ശക്തികളുമായിട്ടുള്ള ഒരു ഡീലാണ് ഇപ്പോൾ ഉള്ളത്. ഇതിനെ മറച്ചു പിടിക്കാനാണോ? ഇക്കാര്യങ്ങളെക്കുറിച്ച് വിശദമായി സംസാരിക്കുന്നത് രാഷ്ട്രീയ നിരീക്ഷകനായ ഡോക്ടർ കെ ജയപ്രസാദാണ്. നമസ്തേ. ഇത്തവണ തെരഞ്ഞെടുപ്പിന്റെ തുടക്കത്തിൽ തന്നെ സി.പി.എം ആരോപിച്ചിരുന്നത് യു.ഡി.എഫ് അധികാരത്തിൽ വന്നാൽ അത് ജമാഅത്തെ ഇസ്ലാമിക്ക് നിയന്ത്രണമുള്ള ഒരു ഭരണമായിരിക്കും കേരളത്തിൽ വരിക എന്നുള്ളതാണ്. കാരണം ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള നിരവധി മുസ്ലിം സംഘടനകളൊക്കെ തന്നെ യു.ഡി.എഫ് ആയിട്ട് സഖ്യം ചെയ്യുകയാണ്. വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമി പഴയ പോലും അല്ല, ഇപ്പൊ അവരുടെ മതരാഷ്ട്രവാദമൊക്കെ അവർ ഉപേക്ഷിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇങ്ങനൊരു പ്രചരണത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു വസ്തുതയിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയിട്ടാണോ ഇത്തരത്തിലുള്ള ഒരു ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്? ശ്രീ വി.ഡി. സതീശൻ പാലക്കാട് ചെന്നിട്ട് സി.പി.എം ബി.ജെ.പി ഡീലുണ്ടെന്നുള്ളൊരു ആരോപണം ഉന്നയിച്ചത് വളരെ ബോധപൂർവമാണ്. കാരണം കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമ്മുടെ മാധ്യമങ്ങളൊക്കെ യു.ഡി.എഫിന് വല്ലാത്ത വിജയ സാധ്യതയുണ്ട് എന്നുള്ള ഒരു പ്രതീതി ജനിപ്പിച്ചിരുന്നു. പക്ഷെ പിന്നീട് കണക്കുകൾ വന്നപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഏതാണ്ട് യു.ഡി.എഫിന് ഏതാണ്ട് 5 ജില്ലകളിൽ ശക്തമായ മേൽക്കോയ്മയും 2 ജില്ലകൾ താരതമ്യേന കുഴപ്പമില്ലാത്ത വോട്ട് ബാങ്കുമുണ്ട്. അതേസമയം മറ്റ് പ്രധാനപ്പെട്ട വലിയ 7 ജില്ലകൾ, വിശേഷിച്ച് ഹിന്ദു ഭൂരിപക്ഷ ജില്ലകളായിട്ടുള്ള അതിൽ തന്നെ കണ്ണൂർ, കോഴിക്കോട് ഒരു പരിധിവരെ യു.ഡി.എഫിന് ചെറിയ അഡ്വാൻറ്റേജ് ഉണ്ടായിട്ടുണ്ട്. കോഴിക്കോട് അതിനകത്ത് കൂട്ടാവുന്നതാണ്. പാലക്കാട്, തൃശ്ശൂർ, ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം ഈ ജില്ലകളിൽ LDFിന് മേൽക്കോയ്മ വന്നു. മാത്രമല്ല ബി.ജെ.പിയുടെ ശക്തമായ സാന്നിധ്യം വന്നതും ഈ മേഖലകളിലാണ്. അപ്പം കോൺഗ്രസിന്റെ വിജയം അല്ലെങ്കിൽ കോൺഗ്രസിന് കിട്ടിയ വോട്ടിന്റെ ഷെയറിന്റെ ഏതാണ്ട് 75% ഒരു ജില്ലയിൽ നിന്നാണ്, മലപ്പുറം ജില്ലയിൽ നിന്നാണ്. ബാക്കി വോട്ട് വന്നത് പ്രധാനമായിട്ട് എറണാകുളം ജില്ലയിൽ നിന്നും മറ്റു ജില്ലകളിൽ നിന്ന് നാമമാത്രമായ കൂടുതലാണ് ഇടതുമുന്നണിയിൽ നിന്ന് യു.ഡി.എഫിനുള്ളത്. അതായത് യു.ഡി.എഫിന് ഭൂരിപക്ഷം കിട്ടിയിരിക്കുന്ന ജില്ലകളൊക്കെ തന്നെ മൈനോറിറ്റി ഭൂരിപക്ഷ മേഖലയിലാണ്. പ്രധാനമായിട്ട് കേരളത്തില് ന്യൂനപക്ഷങ്ങൾ ഭൂരിപക്ഷമായിട്ടുള്ള ജില്ലകളിലാണ്. അതായത് മലപ്പുറം, വയനാട്, എറണാകുളം, ഇടുക്കി, കോട്ടയം ഈ ജില്ലകളാണ് പ്രധാനമായിട്ട് യു.ഡി.എഫിന് മേൽക്കോയ്മ വന്നത്. അപ്പൊ അവിടെ ഒരു ന്യൂനപക്ഷ കേന്ദ്രീകരണം ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ലോകസഭയിലുണ്ടായിരുന്നു. അപ്പം പൊതുവെ നമ്മൾ കാണുന്നത് കേരളത്തില് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ത്രിതല പഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും LDFിന് അനുകൂലമായിട്ട് മുസ്ലിം വോട്ടുകൾ പോകാറുണ്ട്. പക്ഷെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDFിൽ നിന്ന് ആ വോട്ട് ഒരു പരിധിവരെ പൂർണ്ണമായിട്ടും യു.ഡി.എഫിന് വരികയുണ്ടായി. അപ്പം ഇത് പൊതുവെ യു.ഡി.എഫിന്റെ വിജയ സാധ്യതയ്ക്ക് ഗുണമല്ല എന്നൊരു ചിന്താഗതിയും നമ്മുടെ രാഷ്ട്രീയ നിരീക്ഷകരുടെ ഇടയിൽ തന്നെ ഇത്തരം ഒരു കാഴ്ചപ്പാടുണ്ടായി. കാരണം നമ്മൾ രാഷ്ട്രീയമായിട്ടല്ല ഞാൻ പറയുന്നത്. കാരണം കേരളത്തിലെ ഏതെങ്കിലും പ്രബലമായ ഒരു സമൂഹം അൺക്വസ്റ്റ്യനബിൾ ആയിട്ട് ഒരു വിഭാഗത്തെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അതിന്റെ ബദലായിട്ട് ഒരു കൗണ്ടർ റിയാക്ഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് കോൺഗ്രസിനാണെങ്കിലും CPM-നാണെങ്കിലും ഈ തരത്തിലുള്ള ഒരു മതപരമായ പോളറൈസേഷൻ, ഒരു ഏകപക്ഷീയമായ പോളറൈസേഷൻ ഉണ്ടാകുന്ന ഗുണം ചെയ്യില്ല. അപ്പൊ കോൺഗ്രസിന് ഒരു പരിധിവരെ വിജയ സാധ്യത ഉണ്ട് എന്ന് ആദ്യം തോന്നലുണ്ടെങ്കിലും കോൺഗ്രസിന് വിജയ സാധ്യത ആ തരത്തിലില്ല എന്നുള്ള ഈ വിശേഷിച്ച് മുസ്ലിം ന്യൂനപക്ഷ കേന്ദ്രീകരണം ഒരു അപകടമാണ് എന്നൊരു തിരിച്ചറിവുണ്ടായിരുന്നു. അപ്പൊ ഈ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴത്തേക്കും ഞാൻ വ്യക്തിപരമായിട്ട് തന്നെ ചില ചർച്ചകളിൽ ഇത് പങ്കെടുത്തിട്ടുണ്ട്. പക്ഷെ പിന്നീട് നമ്മൾ കാണുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രി തന്നെ ഈ വിഷയം, അതായത് ജമാഅത്തെ ഇസ്ലാമി ലീഗ് കോൺഗ്രസ് സഖ്യം എന്നുള്ള നമ്മൾ കോലീബി സഖ്യം എന്ന് പറയുന്നത് ഇന്ന് കേരളത്തിൽ കാണുന്നത് ജമാഅത്തെ ഇസ്ലാമി ലീഗ് കോൺഗ്രസ് സഖ്യമാണ്. കാരണം യു.ഡി.എഫിൽ മറ്റൊരു ഘടകകക്ഷികളും ഇന്ന് ശക്തമായ ഘടകകക്ഷികളില്ല. ഒരുപക്ഷെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് 2-3 സീറ്റിൽ അപ്പുറം വിജയ സാധ്യത പോലും ഇല്ല. ആകെ 8 സീറ്റിലാണ് അവർ മത്സരിക്കുന്നത്. അപ്പൊ ആ തരത്തിൽ മറ്റു ഘടകകക്ഷികളൊന്നും തന്നെ ആ തരത്തിൽ യു.ഡി.എഫിലില്ല. അപ്പൊ അതുകൊണ്ട് വരുന്ന സർക്കാർ ഇപ്പൊ തെരഞ്ഞെടുപ്പിൽ യു.ഡി.എഫിന് ഭൂരിപക്ഷം കിട്ടുകയാണെങ്കിൽ, അങ്ങനെ ഭൂരിപക്ഷം കിട്ടിയാൽ തന്നെ നാമമാത്രമായ ഒരു ഭൂരിപക്ഷം കിട്ടുകയാണെങ്കിലും
ഒരു ലീഗിന് മാത്രം 25ഓളം സീറ്റുകൾ ഉണ്ടാവുകയും ആ ആ ഗവൺമെന്റിന്റെ മേൽക്കോയ്മ അല്ലെങ്കിൽ ഉപമുഖ്യമന്ത്രിയും പണ്ട് 5ാം മന്ത്രിക്ക് പകരം 6ഓ 7ഓ മന്ത്രിമാരൊക്കെ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാവുകയും കേരളത്തിലെ നമ്മുടെ ബഡ്ജറ്റിന്റെ ഭൂരിപക്ഷവും അവരുടെ കയ്യിലേക്ക് പോവുകയും ചെയ്യും എന്നൊരു അപ്രിഹെൻഷൻ ക്രിസ്തീയ വിഭാഗങ്ങളിലെ ഹിന്ദുക്കളുടെ ഇടയിലുമുണ്ട്. കാരണം നമ്മൾ മതേതരമായി ചിന്തിക്കുന്ന ആളുകൾ പോലും ഏതെങ്കിലും ഒരു മതവിഭാഗം ഇങ്ങനെ ഏകപക്ഷീയമായി കേന്ദ്രീകരിക്കുന്നത് ഒരു ആരോഗ്യകരമായ ജനാധിപത്യ വ്യവസ്ഥയെ ഗുണകരമല്ല. ഇപ്പൊ തന്നെ ഈ ന്യൂനപക്ഷങ്ങൾക്കുള്ള അവകാശങ്ങൾ തന്നെ 85% മുസ്ലിം സമൂഹമാണ് കൊണ്ട്. അപ്പൊ കോടതി അതിനകത്ത് ഇടപെട്ടത്. അതെ, ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ നിലവിൽ തന്നെ കേരളത്തിലെ മുസ്ലിം ഡോമിനൻസിനും അതുപോലെ ന്യൂനപക്ഷ അവകാശങ്ങൾ മുസ്ലിം വിഭാഗങ്ങൾ കൈയടക്കുന്നു എന്നുള്ള ആരോപണമുണ്ട്. മറ്റു പലതരത്തിൽ ഉള്ള വിഷയങ്ങൾ ആ തരത്തിലുണ്ടാകും. അതിനകത്ത് തന്നെ പല ഗ്രൂപ്പുകളും ഇത് മുസ്ലിം വർഗീയതയ്ക്കെതിരായിട്ടുള്ള ചില നിലപാടുകൾ എടുത്തിരുന്നു. നമുക്കറിയാം പാലാ ബിഷപ്പിനെ പോലെയുള്ള വിഷയങ്ങൾ വന്ന സമയത്ത്. അപ്പൊ ആ ഒരു സമയത്ത് ഈ തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധ തിരിച്ചുവിടാനായിട്ട് വളരെ തന്ത്രപരമായിട്ട് വി.ഡി. സതീശനും കെ.സി. വേണുഗോപാലും ഉന്നയിച്ച ഒരു നറേറ്റീവാണ്. അവരത് വിജയിക്കുമോ എന്ന് എനിക്കറിയില്ല. അതായത് ഡീൽ കഴിഞ്ഞ 2 ദിവസം ചാനൽ ചർച്ചകളിൽ പങ്കെടുത്തത് ചാനലിലെല്ലാം പ്രധാന ചർച്ചാ വിഷയം, ഞാനും ഇതിൽ പങ്കെടുത്ത ഒരാളാണ്, ഡീലിനെ കുറിച്ചായിരുന്നു. കാരണം എന്താ വെച്ചാല് കേരളത്തിലൊരു പുതിയ നറേറ്റീവ് കൊണ്ടുവരികയാണ്. ഇടതുപക്ഷവും BJPയും തമ്മിൽ 10ഓളം സീറ്റുകളിൽ വിജയിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇവിടെയാണ് നേരത്തെ നമ്മൾ സൂചിപ്പിക്കുന്ന പോലെ നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയ യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്ന ഒരാളിന് കോൺഗ്രസും BJPയും തമ്മിൽ ഒരു ഡീലുണ്ടെന്ന് ഒരുപക്ഷെ പഴയ കാലങ്ങളിൽ വിശ്വസിക്കുമായിരുന്നു. CPM-ഉം BJPയും തമ്മിൽ ഒരു ഡീലുണ്ടെന്ന് പറഞ്ഞാൽ ആരും രാഷ്ട്രീയ ബോധമുള്ളവർ വിശ്വസിക്കില്ല. ഉദാഹരണത്തിന് ഇപ്പം തിരുവനന്തപുരം എടുത്തു നോക്കാം. തിരുവനന്തപുരത്താണല്ലോ ഇപ്പൊ BJP നന്നായിട്ട് സ്കോർ ചെയ്തത്. തിരുവനന്തപുരത്ത് കോർപ്പറേഷനിൽ വിജയിച്ചു, 2016 നേമത്ത് MLA വിജയിച്ചു. അതേപോലെ തന്നെ 2014-ലെയും 19-ലെയും 24-ലെയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചു. ഇവിടെയൊക്കെ നോക്കുന്ന സമയത്ത് ഇവിടെ പ്രധാനപ്പെട്ട മത്സരം നടക്കുന്നത് BJP വളരെ ശക്തിയായി മുന്നോട്ട് വന്ന സ്ഥലങ്ങളിലൊക്കെ മത്സരം BJPയും CPM-ഉം തമ്മിലാണ് മത്സരമുള്ളത്. ഇപ്പൊ നേമത്ത് BJPയും CPM-ഉം തമ്മിലാണ് മത്സരം, കഴക്കൂട്ടത്ത് BJPയും CPM-ഉം തമ്മിലാണ് മത്സരം, വട്ടിയൂർക്കാവിലും BJPയും CPM-ഉം തമ്മിലാണ് മത്സരം. എവിടെയൊക്കെയാണോ BJP നന്നായിട്ട് കയറി വരുന്നത് അവിടെ പ്രധാന മത്സരം CPM-ഉം തമ്മിലാണ്. പിന്നെ എങ്ങനെയാണ് BJPയും CPM-ഉം തമ്മിൽ ഡീൽ ഉണ്ടാവും? അല്ല, അത് തന്നെയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരം കോർപ്പറേഷൻ BJP പിടിച്ചെടുക്കുന്നത് CPM-ൽ നിന്നാണ്. CPM-ന്റെ 50 വർഷത്തെ ഭരണത്തിൽ നിന്നാണ് പിടിച്ചെടുക്കുന്നത്. അതുപോലെ ലോകസഭാ മണ്ഡലങ്ങളിൽ BJP ശക്തമായി മുന്നേറിയത് ഇടതുപക്ഷ വോട്ടിലാണ്. ഇപ്പം തിരുവനന്തപുരം ജില്ലയിലാണെങ്കിലും ആറ്റിങ്ങലാണെങ്കിലും ആലപ്പുഴ തുടങ്ങിയിട്ടുള്ള എല്ലാ BJP ശക്തി കേന്ദ്രങ്ങളൊക്കെ തന്നെ ഇടതുപക്ഷത്തിനാണ് കൂടുതൽ വോട്ട് നഷ്ടമായിരിക്കുന്നത്. മാത്രമല്ല BJP ഇന്ന് കേരളത്തിൽ ഏതാണ്ട് 40ഓളം നിയോജക മണ്ഡലങ്ങളിൽ ലോകസഭയുടെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ BJPയും CPM ഏതാണ്ട് ഒപ്പത്തിനൊപ്പമാണ്. 50ഓളം മണ്ഡലങ്ങളെ നമുക്ക് തന്നെ ഐഡന്റിഫൈ ചെയ്യാം. അതിന് 40 മണ്ഡലങ്ങൾ ഒപ്പത്തിനൊപ്പമാണ്. ആ ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന മണ്ഡലങ്ങളിൽ 20 മണ്ഡലങ്ങളിൽ CPM BJPയുടെ പുറകിലാണ്. ഏത് വോട്ടിന്റെ അടിസ്ഥാനത്തിലായത്? ലോകസഭാ തെരഞ്ഞെടുപ്പിന്റെ അടിസ്ഥാനത്തിൽ. അപ്പൊ അതായത് ലോക്സഭയില് ഇപ്പം ലോക്സഭയിൽ തന്നെ എടുത്തു നോക്കാം. അപ്പൊ തിരുവനന്തപുരത്ത് BJPക്ക് ജയസാധ്യത ഉണ്ടായിരുന്നത്. പക്ഷെ ആ സാധ്യത എങ്ങനെയാണ് അട്ടിമറിച്ചത്? ആ സാധ്യത അട്ടിമറിച്ചത് CPM-ന്റെ അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, ഇവിടെ CPI-യുടെ കാൻഡിഡേറ്റ് ആണ്. വോട്ട് വളരെ പുറകിലേക്ക് പോവുകയാണ്. അതായത് മുമ്പ് അവർ പന്ന്യൻ രവീന്ദ്രനൊക്കെ തിരുവനന്തപുരത്ത് ലോക്സഭയിൽ ജയിച്ച ഈ മണ്ഡലത്തിൽ CPI-യുടെ പന്ന്യൻ രവീന്ദ്രൻ തന്നെ മത്സരിച്ചിട്ട് പോലും CPI-യുടെ വോട്ട് എന്ത് ചെയ്യുന്നു? പുറകോട്ട് പോകും, അല്ലെങ്കിൽ LDF-ന്റെ വോട്ട് പുറകോട്ട് പോകും. അപ്പൊ ഈ LDF-ന്റെ വോട്ടാണ് കോൺഗ്രസിനെ ജയിപ്പിക്കുന്നത് എന്ന് വേണമെങ്കിൽ BJPക്ക് ആരോപിക്കാമല്ലോ. അല്ല, അത് ആരോപണമല്ല, അത് യാഥാർത്ഥ്യമാണ്. അതായത് തിരുവനന്തപുരത്ത് ഒരു ത്രികോണ മത്സരം നടക്കേണ്ട ഒരു പാർലമെന്റ് മണ്ഡലമായിരുന്നു. അപ്പൊ കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പിൽ ത്രികോണ മത്സരം ഉണ്ടായില്ല. കാരണം BJPയുടെ വിജയത്തെ തടയുന്നതിന് വേണ്ടിയിട്ട് 2014-ലും 2019-ലും 2024-ലും ഇടതുപക്ഷ വോട്ടുകൾ കോൺഗ്രസിന് പോവുക ചെയ്തത്. ഉദാഹരണത്തിന് കഴിഞ്ഞ 2019-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പില് കോൺഗ്രസിന് മൃഗീയ ഭൂരിപക്ഷം ലഭിച്ച നിയോജക മണ്ഡലങ്ങളിൽ 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ജില്ലയിൽ 14 നിയോജക മണ്ഡലങ്ങളിൽ 13 ഇടതുപക്ഷമാണ് ജയിച്ചത്. അപ്പൊ ഈ യഥാർത്ഥത്തിൽ കേരളത്തിലെ കോൺഗ്രസ് CPM ഡീൽ ഏറ്റവും ശക്തമായി നടക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. അത് തിരുവനന്തപുരം ജില്ലയിലെ തിരുവനന്തപുരം നിയോജക മണ്ഡലത്തിൽപ്പെട്ട
7 മണ്ഡലങ്ങളിൽ വളരെ പ്രകടമായി നമുക്ക് ഈ ഇത് വോട്ട് വിജയം. വോട്ടർമാരുടെ ഒരു ഡീലാണോ അല്ല പാർട്ടികളുടെ ഡീലാണോ? അല്ല, ഇത് പാർട്ടി ഡീൽ തന്നെയാണ്. കാരണം BJPയുടെ വിജയത്തെ തടയുന്നതിന് വേണ്ടിയിട്ട് ആ തരത്തിൽ ചെയ്യാം. നമ്മൾ മറ്റൊരു കാര്യം, 2020ക്ക് വിജയ സാധ്യതയുള്ള 4 പഞ്ചായത്തുകളിൽ, വിശേഷിച്ച് അവരുടെ കിഴക്കമ്പലം പോലത്തെ ഭാഗത്ത് ഇത്തവണ ഏതാണ്ട് ഇടതുപക്ഷവും വലതുപക്ഷവും ഒപ്പം SDPIയും വെൽഫെയർ പാർട്ടി, PDP, ഈ പാർട്ടികളെല്ലാം കൂടെ ഒന്നിച്ചു ചേർന്നാണ് 2020 നേരിട്ടത്. അപ്പൊ അതുകൊണ്ട് 2020ക്ക് വോട്ട് ഷെയർ ഒരുപാട് കുറയുകയുണ്ടായി കിഴക്കമ്പലം. അവർക്ക് നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു ശക്തി കുറയാൻ ഒരു കാരണമായി ഏകീകരിച്ച വോട്ട് വന്നപ്പോഴേ. അപ്പൊ ആ തരത്തില് ഒരു തേർഡ് ഫോഴ്സ് എമർജ് ചെയ്ത് വരുന്ന സമയത്ത് മുൻകാലഘട്ടങ്ങളിലും കാസർഗോഡും മഞ്ചേശ്വരത്തും ഒക്കെ ഇത് നിരന്തരമായി ചെയ്തിരുന്നു. തിരുവനന്തപുരം ലോക്സഭാ സീറ്റിൽ 2014 മുതൽ ഇടതുപക്ഷം ഒരു ആത്മഹത്യാ നിലപാടെടുത്തുകൊണ്ട് വോട്ട് കച്ചവടം നടത്തുന്ന ഒരു പരിപാടിയുണ്ട്. അത് 2006 മഞ്ചേശ്വരത്ത് CH കുഞ്ഞമ്പു ജയിച്ചതാണ്. പക്ഷെ അവിടെ പിന്നെ ഇപ്പം BJP വളർന്നു വന്ന സമയത്ത് BJP തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ലീഗിന് വോട്ട് ചെയ്യാണ് CPMന്റെ കാഡർമാർ ചെയ്യുന്നത്. അത് കല്ലട്ര ഒരു ഹാജിയുണ്ട്, അദ്ദേഹം തന്നെ അത് പറഞ്ഞിരുന്നു എന്നാ പറഞ്ഞത്. അല്ല, അതൊരു യാഥാർത്ഥ്യമാണ്. കാരണം ഇപ്പൊ ഞാൻ നമ്മൾ നോക്കിക്കോളൂ, ഇപ്പൊ ഏറ്റവും കൂടുതൽ വോട്ട് ഈ തരത്തില് ഇടതുപക്ഷ വോട്ടുകൾ UDFിലേക്കോ അല്ലെങ്കിൽ UDFന്റെ വോട്ട് ഇടതുപക്ഷത്തിനോ പോകാൻ സാധ്യതയുള്ള മണ്ഡലങ്ങൾ മഞ്ചേശ്വരം, കാസർഗോഡ്. അവിടെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ 2020യുടെ മണ്ഡലം ഉണ്ടല്ലോ, കുന്നത്തുനാട്. അതിനെതിരായിട്ട് ഒരുപക്ഷെ കോൺഗ്രസിന്റെ വോട്ടുകൾ കൂടെ ഇടതുപക്ഷത്തേക്ക് പോകാനുള്ള സാധ്യത. കാരണം ഇപ്പൊ അവിടെ ഒരു ഐക്യം കഴിഞ്ഞിട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവർ ഐക്യപ്പെട്ട് നിന്നവരാണ്. അപ്പൊ ആ തരത്തിലൊരു സാധ്യത. ഞാൻ ഈ നിയമമണ്ഡലത്തിൽ പോലും കോൺഗ്രസിന് ലഭിക്കേണ്ട ന്യൂനപക്ഷ വോട്ടുകൾ ഒരുപക്ഷെ ശിവൻകുട്ടിയിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കാരണം രാജീവ് ചന്ദ്രശേഖരന്റെ വിജയത്തെ തടയാൻ കഴിയില്ലെങ്കിൽ പോലും അവരുടേതായ ഒരു ശ്രമം നടത്തത്തിലെ നേമം നിയോജക മണ്ഡലത്തിലെ ന്യൂനപക്ഷ വോട്ടുകൾ കോൺഗ്രസിൽ നിന്ന് ഇടതുപക്ഷത്തേക്ക് പോകാനാണ് സാധ്യത. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അത് ആവർത്തിക്കണ്ടായി. അപ്പൊ നമ്മൾ കേരളത്തിലെ വോട്ടർമാർ ശ്രദ്ധിക്കേണ്ടത്, കോൺഗ്രസ് മുന്നണി കേവലം ജമായത്തെ ഇസ്ലാമി, ലീഗ്, കോൺഗ്രസ് മുന്നണിയായി അധപ്പതിക്കുകയും അത് കേരളത്തിലെ ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ അപ്രിഹെൻഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നൊരു തോന്നലും വന്നപ്പോഴാണ് അതിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി ഇനിയും ഏതാനും 14 ദിവസങ്ങളാണ് ഉള്ളത് ഈ ഒരു 2 ആഴ്ച കാലഘട്ടത്തിലേക്ക്. അപ്പൊ നമ്മുടെ ചാനലുമായിട്ട് ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ചർച്ചകളുടെ ലെവൽ നമുക്ക് മാറ്റിവിടാൻ പറ്റും. അപ്പൊ നമ്മുടെ ഒരു കോമൺ സെൻസ് ഉള്ള ഒരാളിന് ഇന്ത്യ മുഴുവനും 27 സംസ്ഥാനങ്ങളിലും ഒന്നിച്ചു നിൽക്കുന്ന ഇന്ത്യ അലയൻസിലൂടെ ഒന്നിച്ചു നിൽക്കുന്ന ഇടത് വലത് മുന്നണികൾ അല്ലെങ്കിൽ കോൺഗ്രസും CPMഉം, നമ്മുടെ പാലക്കാടിന്റെ തൊട്ട് ബോർഡറായിട്ടുള്ള കോയമ്പത്തൂർ ജില്ലയാണ് ഒന്നിച്ചു നിൽക്കുന്ന കോൺഗ്രസും കന്യാകുമാരിയാണ്. തമിഴ്നാട്ടിൽ മൊത്തം വിശേഷം പാലക്കാടിന്റെ ബോർഡറിൽ വരുന്ന തമിഴ്നാടിന്റെ പ്രദേശത്ത് CPMഉം കോൺഗ്രസും ഒന്നിച്ചാണ് നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഡീൽ ആരോപണം ഒരു തരത്തിൽ ഈ ചർച്ച മാറ്റിവിടുന്നതിനുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതിന് ബദലായ ഒരു ചർച്ച ഉണ്ടാണ്. അപ്പൊ കേരളത്തിൽ ചർച്ച ചെയ്യേണ്ടത് ജമായത്തെ ഇസ്ലാമി, ലീഗ്, കോൺഗ്രസ് സഖ്യം കേരളത്തിന്റെ മതേതര സംസ്കാരത്തിന്, നമ്മൾ ഇത് കേരളമാണ്, കേരളം എന്ന് പറയുന്ന ഒരു വിശാല മനസ്സുള്ള ആളുകളുടെ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംസ്കൃതിയുള്ള ഒരു ജനതയുടെ ഒരു ആരോഗ്യകരമായ രാഷ്ട്രീയത്തിന് ഗുണകരമാകുമോ എന്നുള്ള ചർച്ചയാണ് നമ്മൾ ഈ സമയത്ത് ഉണ്ടാകേണ്ടത്. യഥാർത്ഥത്തിൽ ഇവിടെ ഡീൽ കോൺഗ്രസ് ആരോപിക്കുന്നത് പോലെ ഡീലുള്ളത് BJPയും CPMഉം തമ്മിലല്ല, മറിച്ച് BJP ജയിക്കാതിരിക്കാൻ വേണ്ടി CPMഉം കോൺഗ്രസ് തമ്മിലാണ് ഡീലുള്ളത് എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാൻ പറ്റും. ഇപ്പൊ തന്നെ 2 പാർട്ടികളുടെയും ദേശീയ നേതാക്കന്മാർ, ഇപ്പോൾ കേരളത്തിൽ നിന്ന് MA ബേബിയെ പോലുള്ള ദേശീയ നേതാക്കന്മാരുണ്ട്. അവരൊക്കെ എന്താ ചെയ്യുന്നത്? ഡൽഹിയിലെത്തിയാൽ അവർ കോൺഗ്രസുമായിട്ടാണ് സഖ്യം, BJPക്കെതിരായിട്ടാണ് അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും, കോൺഗ്രസുമായിട്ട് യോജിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഒരുമിച്ച് ക്യാമ്പയിനിൽ പോകേണ്ടി വരും. MA ബേബിക്ക് തമിഴ്നാട്ടിലെ ക്യാമ്പയിനിൽ പോകുന്ന സമയത്ത് പലപ്പോഴും DMK സ്ഥാനാർത്ഥികളെ പിന്തുണയ്ക്കേണ്ടി വരും, കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പിന്തുണയ്ക്കേണ്ടി വരും, SDPI സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് ചോദിക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ ഒരു സ്ഥിതിവിശേഷത്തിൽ അവർക്ക് ജമാഅത്തെ ഇസ്ലാമി, UDFന്റെ ജമാഅത്തെ ഇസ്ലാമി, മുസ്ലിം വർഗീയ സംഘടനകളുമായിട്ടുള്ള ആ ബന്ധം ചർച്ച ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു ആരോപണങ്ങൾ അവർ ഉന്നയിക്കുന്നത്.